the order of reactivity of carboxylic acid derivatives. അപ്പോൾ അസൈൽ ഹാലൈഡ്സ് ആണ് ഏറ്റവും റിയാക്റ്റീവ്, ഫോളോഡ് ബൈ അൻഹൈഡ്രൈറ്റ്സ്. അതിനേക്കാൾ ഒരുപാട് കുറവാണ് എസ്റ്റേഴ്സിനും. എസ്റ്റേഴ്സ് ആസിഡ്സിനോളം തന്നെ റിയാക്റ്റീവായിട്ടുള്ളൂ. അതിനേക്കാളൊക്കെ ഒരുപാട് റിയാക്ടിവിറ്റി കുറവാണ് അമൈഡ്സിന്. അപ്പം ഏറ്റവും നന്നായിട്ട് റിയാക്ട് ചെയ്യുന്നത് അസൈൽ ഹാലൈഡ്സ് ആണ്. അൻഹൈഡ്രൈറ്റ്സ് പിന്നെ റിയാക്ട് ചെയ്യും. എസ്റ്റേഴ്സും ആസിഡ്സും അത്ര നന്നായിട്ട് റിയാക്ട് ചെയ്യില്ല. ഒരേപോലെയാണ് അതിൻ്റെ റിയാക്ഷൻ. എസ്റ്റേഴ്സിൻ്റെത് ആസിഡ്സിൻ്റെ അതേപോലെ തന്നെയാണ് റിയാക്ട് ചെയ്യുന്നത്. ഏത് റിയാക്ഷന്? ന്യൂക്ലിയോഫിലിക് അസൈൽ സബ്സ്റ്റിറ്റ്യൂഷന്. പിന്നെ അമൈഡ്സ് ഏറ്റവും ലീസ്റ്റ് റിയാക്റ്റീവാണ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം റിയാക്ടിവിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദ സബ്സ്റ്റിറ്റ്യൂവൻറ്റ്. അസൈൽ ഗ്രൂപ്പിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തല്ല റിയാക്ടിവിറ്റി ഇരിക്കുന്നത്, സബ്സ്റ്റിറ്റ്യൂവൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് റിയാക്ടിവിറ്റി ഇരിക്കുന്നത്. ഇഫ് ദ സബ്സ്റ്റിറ്റ്യൂവൻറ്റ് ഈസ് ഇലക്ട്രോൺ വിഡ്രോയിങ്, ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യുന്ന ടൈപ്പ് ഓഫ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണെങ്കിൽ റിയാക്ടിവിറ്റി ഈസ് മോർ. ഓക്കെ, അപ്പോൾ നമ്മുടെ റിയാക്ഷൻ എങ്ങനെയാണ്? ഒരു സെക്കൻഡ്. നമ്മുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്, അസൈൽ ഗ്രൂപ്പ്, അതിനകത്ത് ലീവിങ് ഗ്രൂപ്പ്. അപ്പോൾ ഇതിനകത്ത് സംഭവിക്കേണ്ടത് ന്യൂക്ലിയോഫൈൽ, നെഗറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയോഫൈൽ ഇവിടേക്ക് അറ്റാക്ക് ചെയ്യണം. അപ്പം നമ്മുടെ സബ്സ്റ്റിറ്റ്യൂവൻ്റ്, അതായത് ഈ ലീവിങ് ഗ്രൂപ്പ് ഇലക്ട്രോൺ വിഡ്രോയിങ് ആണെങ്കിൽ എന്ത് പറ്റും? അത് കാർബണിൽ കാർബണിൻ്റെ പോസിറ്റീവ് ചാർജ് ഇൻറ്റൻസിഫൈ ചെയ്യും. അതുകൊണ്ട് തന്നെ റിയാക്ടിവിറ്റി കൂടും, ന്യൂക്ലിയോഫൈലിനെ അറ്റാക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. ഇനി സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണെങ്കിലോ, ഇലക്ട്രോൺസിനെ അങ്ങോട്ട് കാർബണിലോട്ട് കൊടുക്കുകയാണെങ്കിൽ കാർബണിലെ പോസിറ്റീവ് ചാർജിനെ അത് എന്ത് ചെയ്യും? നള്ളിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റിയാക്ടിവിറ്റി കുറയും. ഇനി ഇത് രണ്ടും നമ്മുടെ സബ്സ്റ്റിറ്റ്യൂവൻറ്റിൻ്റെ ഇലക്ട്രോൺ വിഡ്രോയിങ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് കപ്പാസിറ്റി വെച്ചിട്ടാണ് പറഞ്ഞത്. ഇനി സപ്പോസ് ദ ഗ്രൂപ്പ് which is attached to the acyl group is a very good leaving group, അതായത് ഒരു ഭയങ്കര വലിയ ഗ്രൂപ്പാണെന്ന് വിചാരിക്കുക. അപ്പോൾ അസൈൽ ഗ്രൂപ്പ് തന്നെ ഒരു ഭയങ്കര ബൾക്കി ഗ്രൂപ്പാണ്. അതിനകത്ത് ഒരു ലീവിങ് ഗ്രൂപ്പ്, കുറച്ചുകൂടെ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു ലീവിങ് ഗ്രൂപ്പാണ് ഇരിക്കുന്നതെങ്കിൽ, ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റാണ് ഇരിക്കുന്നതെങ്കിൽ അതിന് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് വിട്ടു പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുമ്പോൾ റിയാക്ടിവിറ്റി കൂടുകയും അങ്ങനെ പെട്ടെന്ന് വിട്ടുപോകാൻ ടെൻഡൻസിയുള്ള ഗ്രൂപ്പുകളാണ് സബ്സ്റ്റിറ്റ്യൂവൻ്റായിട്ട് വരുന്നതെങ്കിൽ റിയാക്ടിവിറ്റി ഒബ്വിയസ്ലി കൂടുതലായിരിക്കും. അപ്പോൾ ഇതാണ് റിയാക്ടിവിറ്റി ഓഫ് കാർബോക്സിലിക് ആസിഡ് ഡെറിവേറ്റീവ്സിൻ്റെ കാരണം. സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഇലക്ട്രോൺ വിഡ്രോയിങ് ആണെങ്കിൽ റിയാക്ടിവിറ്റി കൂടും, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണെങ്കിൽ റിയാക്ടിവിറ്റി കുറയും. ഓക്കെ, അസൈൽ ഹാലൈഡ്സ് എല്ലാം ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റിയാക്ടിവിറ്റി കൂടും. പിന്നെ ഈ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് പെട്ടെന്ന് ഈസി ആയിട്ട് അതിൽ നിന്ന് വിട്ടു പോകാൻ പറ്റുന്ന ഗ്രൂപ്പാണെങ്കിൽ അത് ഈസി ആയിട്ട് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തരും. അപ്പം ഇങ്ങനെ വരുമ്പോൾ എന്താണ്, ഏത് ഇഫക്റ്റ് കൊണ്ടാണ് റിയാക്ടിവിറ്റി കാണിക്കുന്നത് എന്നുള്ളതാണ് ഈ ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത്. അസൈൽ ക്ലോറൈഡ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ക്ലോറൈഡാണ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്, അതുകൊണ്ട് റിയാക്ടിവിറ്റി കൂടണം. അതേപോലെ തന്നെ Cl ഭയങ്കര വലിയൊരു ആറ്റം ആയതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ വെരി ഗുഡ് ലീവിങ് ഗ്രൂപ്പ്, അതുകൊണ്ട് റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതലാണ്. രണ്ട് ഇഫക്റ്റും ഉണ്ട്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഇഫക്റ്റ് ഓഫ് Cl-ഉം Cl വെരി ഗുഡ് ലീവിങ് ഗ്രൂപ്പ് ആയതുകൊണ്ടും കൂടിയാണ് റിയാക്ടിവിറ്റി കൂടുന്നത്. ഇനി അൻഹൈഡ്രൈഡ് ആണെങ്കിൽ ഈ പറയുന്ന അസൈൽ ഗ്രൂപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് എ വീക്ക്ലി ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്, കുറച്ച് ഡൊണേറ്റ് ചെയ്യാൻ ടെൻഡൻസിയുള്ള ഗ്രൂപ്പാണ്. പക്ഷെ അൻഹൈഡ്രൈഡ് ഒരു വലിയ, അൻഹൈഡ്രൈഡിലെ അസൈൽ ഗ്രൂപ്പിലുള്ള സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഒരു വലിയ ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ അത് ഈസിലി അതിൽ നിന്ന് വിട്ടുപോകും. അപ്പം ലീവിങ് ഗ്രൂപ്പ് എബിലിറ്റി ഭയങ്കര നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ റിയാക്ടിവിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് അസൈൽ ക്ലോറൈഡിനോളം രണ്ട് ഇഫക്റ്റും വരുന്നില്ല എന്നുള്ളത് കൊണ്ട് അൻഹൈഡ്രൈഡ് കുറച്ചുകൂടെ റിയാക്ടിവിറ്റി കുറവാണ്. ഇനി തയോ എസ്റ്റർ ആണെങ്കിൽ സൾഫറിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, അത് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ റിയാക്ടിവിറ്റി കുറയും. പക്ഷെ ലീവിങ് ഗ്രൂപ്പ് എബിലിറ്റി ഉണ്ട്. തയോ എസ്റ്റർ ഗ്രൂപ്പ് SR എന്ന് പറയുന്ന ഗ്രൂപ്പ് ഈസി ആയിട്ട് വിട്ടുപോകാൻ ടെൻഡൻസി ഉള്ളതായതുകൊണ്ടാണ് റിയാക്ടിവിറ്റി കുറച്ചുകൂടെ കൂടുന്നത്. എസ്റ്ററിന് അത്രയും
ലീവിംഗ് ഗ്രൂപ്പ് എബിലിറ്റി ഇല്ല. ഓക്സിജനോളം സൾഫറിനോളം വലുതല്ലല്ലോ ഓക്സിജൻ. അതുകൊണ്ട് തന്നെ അത്രത്തോളം ലീവിംഗ് ഗ്രൂപ്പ് എബിലിറ്റി ഇല്ല. അതുകൊണ്ട് തയോഎസ്റ്ററിനേക്കാളും റിയാക്ടിവിറ്റി കുറവാണ്. OH ഗ്രൂപ്പ് സ്ട്രോങ്ലി ഡൊണേറ്റിംഗ് ആണ്, ലീവിംഗ് ഗ്രൂപ്പ് എബിലിറ്റിയും കുറവാണ്. അതുകൊണ്ടാണ് അതിൻ്റെ റിയാക്ടിവിറ്റി ഒരേപോലെ, എസ്റ്ററിൻ്റെയും ആസിഡിൻ്റെയും റിയാക്ടിവിറ്റി ഒരേപോലെ തന്നെ വരുന്നത്. ഇനി അമൈഡിൻ്റെ കേസിലാണെങ്കിൽ നൈട്രജനിലെ ലോൺ പെയർ ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. പിന്നെ അതേപോലെ തന്നെ NH2 ഗ്രൂപ്പ് ചെറിയ ഗ്രൂപ്പാണ്, അതുകൊണ്ട് ലീവിംഗ് ഗ്രൂപ്പ് എബിലിറ്റി അത്രത്തോളം ഇല്ല. ഈ രണ്ട് ഇഫക്റ്റും നെഗറ്റീവായിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട് അമൈഡിന് ഏറ്റവും കുറവ് റിയാക്ടിവിറ്റിയാണ് ഉള്ളത്. ഇനി വാട്ട് അബൌട്ട് കാർബോക്സിലേറ്റ് അയോൺ? കാർബോക്സിലേറ്റ് അയോൺ ആണെങ്കിൽ അത് വെരി വെരി സ്ട്രോങ്ലി ഡൊണേറ്റിംഗ് ആണ്. ലീവിംഗ് എബിലിറ്റിയേ ഇല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും റിയാക്ടിവിറ്റി കുറവായിരിക്കും കാർബോക്സിലേറ്റ് അയോണിന്. ഓക്കെ, അപ്പോൾ കാർബോക്സിലേറ്റ് അയോൺ നമ്മൾ എക്സ്ട്രാ പറയുന്നതാണ്. കാർബോക്സിലേറ്റ് അയോൺ ആണെങ്കിൽ OHലെ H പോയിട്ട് കാർബോക്സിലേറ്റ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അത് തീരെ ന്യൂക്ലിയോഫിലിക് അസൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ കാണിക്കില്ല. ഇതാണ് റിയാക്ടിവിറ്റി ഓഫ് കാർബോക്സിലിക് ആസിഡ് ഡെറിവേറ്റീവ്സ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു റീഅറേഞ്ച്മെൻ്റ് ആണ്, ഫ്രൈസ് റീഅറേഞ്ച്മെൻറ്റ്. നമ്മൾ എസ്റ്റേഴ്സ് കാർബോക്സിലിക് ആസിഡ് ഡെറിവേറ്റീവ്സ് ആണെന്ന് പറഞ്ഞു. ഈ എസ്റ്റേഴ്സ് ഒരു റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷൻ കാണിക്കാറുണ്ട് ഇൻ പ്രസൻസ് ഓഫ് എ ലൂയിസ് ആസിഡ് കാറ്റലിസ്റ്റ് ടു ഗീവ് ഹൈഡ്രോക്സി കീറ്റോൺസ്. എസ്റ്റർ ഹൈഡ്രോക്സി കീറ്റോൺ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന റിയാക്ഷനെയാണ് ഫ്രൈസ് റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ദ കൺവേർഷൻ ഓഫ് ആൻ അറൈൽ എസ്റ്റർ ടു എ ഹൈഡ്രോക്സി അറൈൽ കീറ്റോൺ ഇൻ പ്രസൻസ് ഓഫ് എ ലൂയിസ് ആസിഡ് കാറ്റലിസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത, ഇത് അരോമാറ്റിക് എസ്റ്റേഴ്സ് ആണ് കാണിക്കുന്നത്, ആലിഫാറ്റിക് എസ്റ്റേഴ്സ് അല്ല. അപ്പം അരോമാറ്റിക് എസ്റ്റർ ആയിരിക്കണം. അരോമാറ്റിക് എസ്റ്റർ ലൂയിസ് ആസിഡ് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഒരു റീഅറേഞ്ച്മെന്റ് നടത്തി എന്തായി മാറും? ഹൈഡ്രോക്സി കീറ്റോൺ ആയിട്ട് മാറും. ഇതിനെയാണ് ഫ്രൈസ് റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ മെക്കാനിസം നമുക്ക് പഠിക്കണം. അപ്പം ഇതിന്റെ മെക്കാനിസം എന്താണെന്ന് നോക്കാം. അപ്പം മെക്കാനിസം ഓഫ് ഫ്രൈസ് റീഅറേഞ്ച്മെന്റ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് നമ്മുടെ എസ്റ്റർ ആദ്യം വരയ്ക്കാം. ഇതാണ് നമ്മുടെ എസ്റ്റർ, OCOR. ഓക്കെ, ഇതാണ് എസ്റ്റർ. എസ്റ്റർ ഇൻ പ്രസൻസ് ഓഫ് AlCl3 അലൂമിനിയം ക്ലോറൈഡ് ഒരു ലൂയിസ് ആസിഡ് കാറ്റലിസ്റ്റ് ആണ്. ഈ ലൂയിസ് ആസിഡ് കാറ്റലിസ്റ്റിന്റെ പ്രത്യേകത, എവിടെയെങ്കിലും ഒരു ലോൺ പെയർ ഇലക്ട്രോൺസ് കാണുകയാണെങ്കിൽ, അപ്പൊ നമുക്കിവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിലേക്ക് ഇത് അറ്റാക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത്, ഇവിടെ OCOR, ഇവിടെ ഈ ലോൺ പെയറിലോട്ട് AlCl3 അറ്റാക്ക് ചെയ്യുവാണ്. AlCl3. അപ്പൊ ഇവിടെ ഓക്സിജനിൽ ഒരു പോസിറ്റീവ് ചാർജ് വരും. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന ഈ കോമ്പൗണ്ട്, ഓക്സിജനിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നല്ല സംഭവമല്ലല്ലോ. ഉടനെ തന്നെ ഇത് ആ പോസിറ്റീവ് ചാർജിനെ നള്ളിഫൈ ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ പുതിയൊരു ബോണ്ട് ഇവിടെ AlCl3 ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൊട്ടടുത്ത ബോണ്ടാണ് ഇനി ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ബോണ്ട് അതിന്റെ ഇലക്ട്രോൺസിനെ ഓക്സിജന് കൊടുത്തിട്ട് പുറത്തേക്ക് പോകും. ഓക്കെ, അപ്പോൾ R മൈനസ് RCO പ്ലസ്, ഒരു RCO പ്ലസ് പുറത്തേക്ക് പോയിട്ട് ഇവിടെ നമുക്കുണ്ടാവാൻ പോകുന്നത്, ഇവിടെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വരയ്ക്കാനുള്ളതുകൊണ്ട് ബോണ്ട് വരച്ചതാ, OAlCl3. ഓക്സിജന് അതിന്റെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ തിരിച്ച് കിട്ടി. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ AlCl3 അല്ല, ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് ആൽക്കൈൽ ഈ അസൈൽ ഗ്രൂപ്പും കൂടെ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ
ഉടനെ തന്നെ എന്താ സംഭവിക്കുക, ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഈ നമ്മുടെ ബെൻസീൻ റിങ്ങിലോട്ട് ഡീലോക്കലൈസ് ചെയ്യും. അപ്പൊ ഇലക്ട്രോൺസ് ഇവിടെ ഇങ്ങനെ ഡീലോക്കലൈസബിൾ ഇലക്ട്രോൺസ് ഇരിക്കുന്ന കാണുമ്പം ഉടനെ തന്നെ ബെൻസീൻ റിങ്ങിൽ ഇത് ഒരു ഡീലോക്കലൈസേഷൻ നടക്കും. അപ്പൊ ഇവിടെ ഒരു ഇലക്ട്രോൺ റിച്ച് സെന്റർ ഫോം ചെയ്യുവാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഇലക്ട്രോൺ റിച്ച് സെന്റർ ഫോം ചെയ്താൽ ഉടനെ തന്നെ എന്ത് പറ്റും? ഓക്കെ, ഇങ്ങനെ ഒരു ഇലക്ട്രോൺ റിച്ച് സെന്റർ ഫോം ചെയ്യുമ്പോൾ തന്നെ ഇവിടെ അസൈൽ ഗ്രൂപ്പ് അതിലോട്ട് അറ്റാക്ക് ചെയ്യും. അസൈൽ ഗ്രൂപ്പ് ആ ഇലക്ട്രോൺ റിച്ച് സെന്ററിലോട്ട് അറ്റാക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന കോമ്പൗണ്ട് ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ആണ് വരുന്നത്. ഇവിടെ ഡബിൾ ബോണ്ടായി OAlCl3. അപ്പൊ ഇലക്ട്രോൺസ് അവിടെ പോയി. അപ്പൊ ഇവിടെ ഒരു പ്ലസ് ചാർജ് ആണ് വരുന്നത്. അപ്പൊ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ്, ആ നെഗറ്റീവ് ചാർജിലോട്ട് നമ്മുടെ അസൈൽ ഗ്രൂപ്പ് അറ്റാക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ എന്താ പറ്റിയത്? അരോമാറ്റിസിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്തത്. പിന്നെ അരോമാറ്റിസിറ്റി തിരിച്ചു വരണമെങ്കിൽ എന്ത് ചെയ്യും? നമുക്കറിയാം ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട് അല്ലെ? ആ ഹൈഡ്രജൻ പുറത്തേക്ക് പോകും. ആ ഹൈഡ്രജൻ പുറത്തേക്ക് പോകുമ്പോൾ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. വീണ്ടും ഓക്സിജൻ അതിന്റെ ലോൺ പെയറിനെ തിരിച്ചെടുക്കും. ഇവിടെ ഒരു -H+ ഉണ്ടാവുകയാണ്. പിന്നെ ബോണ്ട് തിരിച്ചു വന്നു. AlCl3 നമ്മുടെ ഹീറ്റ്. ഇനി ഇങ്ങനെ ഉണ്ടായ ഈ കോമ്പൗണ്ടിനെ ഇനി നമുക്ക് വെറുതെ ഹൈഡ്രോളൈസ് ചെയ്താൽ മതി. ഹൈഡ്രോളൈസ് ചെയ്യുമ്പം ഇവിടെ OH, ഈ ബോണ്ട് അങ്ങ് ഷിഫ്റ്റ് ചെയ്ത് പോവും. OH ഇവിടെ COR. അതായത് നമുക്ക് ഇവിടെ ഈ സ്റ്റെപ്പിൽ നമുക്ക് നഷ്ടപ്പെട്ട ഹൈഡ്രജൻ തിരിച്ച് ഇവിടെ കിട്ടുകയാണ്. ഈ സ്റ്റെപ്പിൽ നമുക്ക് ഇവിടെ ഒരു ഹൈഡ്രജൻ നഷ്ടപ്പെട്ടല്ലോ. ആ നഷ്ടപ്പെട്ട ഹൈഡ്രജൻ നമുക്ക് ഈ ലാസ്റ്റ് സ്റ്റെപ്പിൽ തിരിച്ച് കിട്ടുകയാണ്. ആ തിരിച്ച് കിട്ടുന്ന കോമ്പൗണ്ട്, വാട്ട് ഈസ് ദിസ് കോമ്പൗണ്ട്? ദിസ് ഇസ് എ ഹൈഡ്രോക്സി കീറ്റ്. അപ്പൊ ദിസ് ഇസ് ഫ്രൈസ് റീഅറേഞ്ച്മെന്റ്. അപ്പൊ ഫ്രൈസ് റീഅറേഞ്ച്മെന്റിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു ലൂയിസ് ആസിഡ് കാറ്റലിസ്റ്റ് AlCl3 ഉണ്ടാകും. AlCl3 ആദ്യം നമ്മുടെ എസ്റ്ററിന്റെ ഓക്സിജനിലോട്ട് അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്നത് ഓക്സിജനിൽ ഒരു പോസിറ്റീവ് ചാർജ് ആണ്. അതിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടി അസൈൽ ഗ്രൂപ്പ് പുറത്തേക്ക് പോകും. ഈ അസൈൽ ഗ്രൂപ്പ് പുറത്തേക്ക് പോകുന്നതിനോടൊപ്പം തന്നെ ബെൻസീൻ റിങ്ങിൽ ഒരു ഡീലോക്കലൈസേഷൻ നടക്കും. ഡീലോക്കലൈസേഷൻ നടന്ന് ഒരു നെഗറ്റീവ് ചാർജ് ഓർത്തോ പൊസിഷനിൽ വരുന്നത് കൊണ്ട് എന്തുകൂടെ വരും? അവിടേക്ക് നമ്മുടെ അസൈൽ ഗ്രൂപ്പ് അറ്റാക്ക് ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന അസൈൽ ഗ്രൂപ്പ് അവിടെയുള്ള ഹൈഡ്രജന്റെ ഇലക്ട്രോൺസിനെ ബെൻസീൻ റിങ്ങിലേക്ക് തിരിച്ചു കൊടുത്ത് അരോമാറ്റിസിറ്റി റീഗെയിൻ ചെയ്യും. അരോമാറ്റിസിറ്റി റീഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഹൈഡ്രോളിസിസ് പ്രോസസ്സ് വഴി നമുക്ക് ഹൈഡ്രോക്സി കീറ്റോൺ ഫോം ചെയ്യും. അപ്പൊ ഓർത്തോ പൊസിഷനിലും ആണ് ഇത് നടക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് പാരാ പൊസിഷനിലും ഇലക്ട്രോൺ റിച്ച് സെന്റർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സപ്പോസ് ഞാനിത് വരച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു ഞാൻ വരച്ചിരുന്നെങ്കിൽ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇത് ഇങ്ങോട്ട് വരും. അപ്പൊ ഇലക്ട്രോൺ റിച്ച് സെന്റർ എവിടെയാണ് വരുന്നത്? ഇതിന്റെ പാരാ പൊസിഷനിലാണ് വരുന്നത്. അപ്പൊ പാരാ പൊസിഷനിലും ഇലക്ട്രോൺ റിച്ച് സെന്റർ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇലക്ട്രോൺ റിച്ച് സെന്റർ പാരാ പൊസിഷനിലും ഓർത്തോ പൊസിഷനിലുമാണ് വരുന്നത്. അതുകൊണ്ടാണ് പിന്നെ ഈ ഫ്രൈസ് റീഅറേഞ്ച്മെന്റ് വഴി നമുക്ക് ഓർത്തോ ഓർ പാരാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഹൈഡ്രോക്സി കീറ്റോൺസ് ആണ് ഫോം ചെയ്യുന്നത്. ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ പാരാ ഐസോമർ ഉണ്ടാകും. ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ ഓർത്തോ ഐസോമർ. ഹൈ ടെമ്പറേച്ചർ ഓഫ് അബൌട്ട് 160 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ പാരാ ഐസോമർ ആണ് ഉണ്ടാവുന്നത്. ലോ ടെമ്പറേച്ചേഴ്സ് ലെസ് ദാൻ 60 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ ലെസ് ദാൻ 60 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ പാരാ ഐസോമറും, ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ ഓർത്തോ ഐസോമറുമാണ് ഫോം ചെയ്യുന്നത്. ഹൈ ടെമ്പറേച്ചറിലാണ് ഓർത്തോ ഐസോമേഴ്സ്. 160 ഡിഗ്രി സെൽഷ്യസിൽ ഓർത്തോ ഐസോമർ ഉണ്ടാകും.
ലോ ടെമ്പറേച്ചേഴ്സ് ലെസ് ദാൻ 60 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ പാരാ ഐസോമർ